എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകൾ നമ്മെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരാളുടെ ധൈര്യം, ആത്മവിശ്വാസം, സത്യസന്ധത തുടങ്ങിയവയൊക്കെ അയാളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്നേഹം, ദയ, അലിവ്, ആർദ്രത, ഭയം, ദേഷ്യം, കോപം തുടങ്ങിയ വികാരങ്ങളൊക്കെയും നമ്മുടെ കൺമിഴികളിൽ പ്രകടമാകുന്നുണ്ട്. അമേരിക്കയിൽ ഒരു ശൈത്യകാലത്ത് യാത്ര ചെയ്ത് ക്ഷീണിതനായ ഒരു വൃദ്ധൻ നോർത്ത് വിർജീനിയയിലെ ഒരു നദിക്കരയിൽ എത്തിച്ചേർന്നു. അയാൾക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം ആ നദിയുടെ മറുകരയിലാണ്. നദിക്ക് ആഴം കുറവാണ്. എങ്കിലും നദിയിലെ ജലത്തിലൂടെ നടന്ന് മറുകര എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതിശൈത്യത്താൽ തണുപ്പേറിയ നദിയിൽ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുകട്ടകളും ഒഴുകി വരുന്നുണ്ട്. ജലത്തിൽ കാൽ കുത്താനാകാത്ത തണുപ്പ്. കുതിര സവാരി ചെയ്തു പോകുന്നവർ ആ നദിയുടെ മറുകരയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. തന്നെ സഹായിക്കുവാൻ കഴിയുന്ന സന്മനസ്സുള്ള ഒരു കുതിര സവാരിക്കാരൻ അവിടെ എത്തിച്ചേരുന്നതുവരെ നദിക്കരയിൽ കാത്തിരിക്കുവാൻ അയാൾ തീരുമാനിച്ചു. മഞ്ഞു പെയ്യുന്ന ശീതക്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. തണുത്തു വിറയ്ക്കുന്നു. എങ്കിലും അയാൾ പ്രതീക്ഷയോടെ അവിടെ കാത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ 5 കുതിര സവാരിക്കാർ ഒന്നിനു പിറകെ മറ്റൊന്നായി അതുവഴി കടന്നു വന്നു. മുൻപിൽ പോയ 4 കുതിര സവാരിക്കാരോടും സഹായം അഭ്യർത്ഥിക്കുവാൻ ആ വൃദ്ധന് മനസ്സ് തോന്നിയില്ല. അവരെല്ലാവരും അയാളെ കടന്നുപോയി. 5ാമത്തെ കുതിരക്കാരൻ അടുത്തു വന്നപ്പോൾ അദ്ദേഹത്തോട് അയാൾ സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്നിറങ്ങി വൃദ്ധനായ ആ യാത്രക്കാരനെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റുവാൻ സഹായിച്ചു. നദിയുടെ മറുകരയിലേക്ക് യാത്ര ആരംഭിച്ചു. നദിയുടെ മറുകരയിൽ മാത്രമല്ല, ആ വൃദ്ധന് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്ത് അയാളെ അദ്ദേഹം എത്തിച്ചു. ആ വൃദ്ധൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ ആ കുതിര സവാരിക്കാരൻ അയാളോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് എൻ്റെ മുൻപിൽ പോയ 4 പേരോടും സഹായം അഭ്യർത്ഥിക്കാതെ ഏറ്റവും അവസാനം വന്ന എന്നോട് സഹായം അഭ്യർത്ഥിച്ചത് എന്ന്. അയാൾ മറുപടി പറഞ്ഞു, താങ്കളുടെ മുമ്പിൽ പോയ ആ 4 കുതിര സവാരിക്കാരുടെ കണ്ണുകളിലും അല്പം പോലും അനുകമ്പയോ ദയയോ ആർദ്രതയോ അലിവോ ഞാൻ കണ്ടില്ല. അതിനാലാണ് ഞാൻ അവരോട് സഹായം അഭ്യർത്ഥിക്കാതിരുന്നത്. എന്നാൽ താങ്കളുടെ കണ്ണുകളിൽ അനുകമ്പയും ദയയും എന്നെ സഹായിക്കുവാനുള്ള മനസ്സും ഞാൻ കണ്ടു. അതിനാൽ തന്നെ അങ്ങ് എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇക്കാരണത്താലാണ് ഞാൻ അങ്ങയോട് മാത്രം സഹായം ചോദിച്ചത്. ആ വൃദ്ധന് നന്ദി പറഞ്ഞതിന് ശേഷം ആ കുതിര സവാരിക്കാരൻ തൻ്റെ യാത്ര തുടർന്നു. അദ്ദേഹം പോയത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വസതിയിലേക്കാണ്. ആരായിരുന്നു ആ വ്യക്തി? അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സൺ ആയിരുന്നു ആ വലിയ മനുഷ്യൻ. തൻ്റെ മഹത്തായ പദവിയിൽ അഹങ്കരിക്കാതെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള വൃദ്ധനായ ഒരു വ്യക്തിക്ക് എളിമയോടെ സഹായം ചെയ്യുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. തങ്ങൾക്ക് ലഭിക്കുന്ന അധികാരത്തിൽ, സമ്പന്നതയിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ പുച്ഛത്തോടെ വീക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, നന്മകൾ ചെയ്യുകയും ചെയ്യാതെ കടന്നു പോകുന്നവർക്ക് എളിമയുടെ ഒരു മാതൃകയായി ചരിത്രത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. അഹന്തയും പുച്ഛവും നിറഞ്ഞ മിഴികളല്ല, സ്നേഹവും അലിവും ആർദ്രതയും നിറഞ്ഞ മിഴികളാണ് ഇന്നിൻ്റെ ആവശ്യം. നമ്മുടെ മിഴികൾ എപ്രകാരമുള്ളവയാണെന്ന് നമുക്കൊന്ന് ആത്മവിചിന്തനം ചെയ്ത് നോക്കാം. മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന സഹായങ്ങൾ, നന്മപ്രവൃത്തികൾ ചെയ്യുവാൻ മനസ്സ് കാണിക്കുന്ന കണ്ണുകളുടെ ഉടമകളാണോ നാം? അധികാരവും പ്രതാപവും എല്ലാ കാലത്തും നിലനിൽക്കില്ല. നമ്മുടെ ഈ ജീവിതം പോലും എത്ര നാൾ നീളുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. നാം എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിതത്തിൽ നല്ല നല്ല ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതിന്, ജീവിതം കൂടുതൽ മഹത്തരവും സന്തോഷപ്രദവും ആക്കി തീർക്കുന്നതിന് എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.